ഹലോ വെൽക്കം ബാക്ക്. ജസ്റ്റ് ഈസി ലേണിംഗിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുഷ്മിത കിരൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഗെയിൻ കഴിഞ്ഞ പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന കണക്ക് ചോദ്യങ്ങളാണ് കേട്ടോ. നമ്മുടെ LGS പരീക്ഷയ്ക്ക് ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എത്രത്തോളം ചോദ്യങ്ങൾ നിങ്ങളിലേക്ക് എനിക്ക് എത്തിക്കാൻ സാധിക്കുമോ അത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യിക്കാലോ എന്ന് കരുതിയിട്ടാണ് ഇനി നമുക്ക് കുറച്ച് ദിവസത്തേക്ക് സീരീസ് ഓഫ് വീഡിയോസ് ഇതിനെ ബേസ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി യൂണിവേഴ്സിറ്റി LGS കുട്ടികൾക്ക് മാത്രമല്ല, നമ്മുടെ LDC പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികളും ഈ ക്വസ്റ്റ്യൻ എല്ലാം തന്നെ ചെയ്ത് പഠിക്കുക. കാരണം നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ 10ാം ക്ലാസ് യോഗ്യതയായിട്ടുണ്ടായിരുന്ന പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തായാലും ഇത് 100% യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഒട്ടും സമയം കളയണ്ട, ലെറ്റ്സ് ഗോ ടു ആ വീഡിയോ. ചോദ്യം ഇതാണ്: ഒരു സംഖ്യയിൽ നിന്നും അര കുറച്ച് കിട്ടിയതിനെ അര കൊണ്ട് ഗുണിച്ചപ്പോൾ 1/8 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ സംഖ്യ ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നോക്കിക്കേ, നമ്മുടെ ഒരു സംഖ്യ ഉണ്ടായിരുന്നു. ആ സംഖ്യ ഏതാന്ന് എനിക്ക് അറിയില്ല, ഞാൻ അതിനെ X എന്ന് വിളിച്ചു. ആ സംഖ്യയിൽ നിന്നും അര കുറയ്ക്കുക, ദാറ്റ് മീൻസ് Xൽ നിന്നും 1/2 നമ്മൾ കുറച്ചിട്ട് കിട്ടിയതിനെ അര കൊണ്ട് ഗുണിക്കുക. അപ്പൊ കിട്ടിയ ഉത്തരം ഏതാണ്? X - 1/2 അല്ലേ? അതിനെ നമ്മൾ 1/2 കൊണ്ട് ഗുണിക്കാൻ പോവാണ്. ഓക്കെ, 1/2 കൊണ്ട് ഗുണിച്ചു. അപ്പൊ നമുക്ക് 1/8 എന്ന് കിട്ടി, 1/8 എന്ന് ഉത്തരം കിട്ടി. അങ്ങനെയാണെങ്കിൽ Xന്റെ വില കാണുക. കണ്ടൂടെ? ദേ, ഈ 2നെ നമുക്ക് അപ്പുറത്തോട്ട് വിടാമല്ലോ. 1/2 അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്തായിട്ട് മാറും? 2/1. നേരെ തിരിഞ്ഞു പോകും അല്ലേ? 2 മുകളിലോട്ട് പോവും, 1 താഴോട്ട് പോവും. അപ്പൊ X - 1/2 എന്ന എന്തായിട്ട് മാറും? 1/8 × 2 ആയിട്ട് മാറും. മനസ്സിലായോ? ഈ 2 മുകളിലോട്ടും 1 താഴോട്ടും പോയി. 1 നമുക്ക് കാണിക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ എഴുതിയിട്ടില്ല. ഇനി വെട്ടാലോ. 2 × 1 2, 2 × 4 ആണ് 8, 1/4 എന്ന് കിട്ടി. ഇനി അപ്പൊ Xന്റെ വില കാണാൻ എന്ത് ചെയ്യണം? 1/4 അവിടെ ഉണ്ട്. ഈ -1/2 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? +1/2 ആയിട്ട് മാറും. 1/4 + 1/2 ചെയ്താൽ നമ്മുടെ ഉത്തരമായി. ചെയ്യാലോ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ ലസാഗു ഒന്നും കാണാൻ നിൽക്കണ്ട, ആകെ 2 സംഖ്യയല്ലേ ഉള്ളൂ. അപ്പൊ ചെയ്തോ. 2 × 1 2 + 4 × 1 4 4 × 2 8. കണ്ടോ? അപ്പൊ 4 + 2 എത്രയാണ്? 6/8 എന്നാണ് നമുക്ക് ആൻസർ വന്നത്. വെട്ടാലോ. 3 × 2 6, 4 × 2 8. അപ്പൊ നമ്മുടെ ഉത്തരം എത്ര വന്നു? 3/4 എന്ന് കിട്ടി. അപ്പൊ Xന്റെ വിലയാണ് 3/4. ആൻസർ നോക്കാം. ഓപ്ഷൻ സി 3/4 എന്ന് കിട്ടി. അടുത്ത ചോദ്യം: 4, 25, 64 അടുത്ത സംഖ്യ ഏത്? ശ്രേണികളിൽ നിന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആയ ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിന്റെ വ്യത്യാസം ഒന്നും കണ്ട് സമയം കളയരുത്. കാരണം എന്താ? വ്യത്യാസം കാണേണ്ടത് എപ്പോഴാണ്? തന്നിരിക്കുന്ന സംഖ്യകൾ തമ്മിൽ ചെറിയ ചെറിയ ഡിഫറൻസേ വരുന്നുള്ളൂ എങ്കിൽ എന്ത് ചെയ്യണം? വ്യത്യാസം കാണണം. ഇവിടെ നോക്കി, 4 25 ആയി. 4ന്റെ എത്രയോ മടങ്ങ് കൂടുതലാണ്. 4ന്റെ ഏകദേശം ഒരു 5 മടങ്ങോളം കൂടുതലാണ് വന്നേക്കുന്നത്. പിന്നെയോ 25 വീണ്ടും 64 ആയി. അപ്പൊ ഏകദേശം ഇരട്ടിയായി. അപ്പൊ നല്ലതുപോലെ വ്യത്യാസം ആ സംഖ്യകൾ തമ്മിൽ ഉണ്ടെങ്കിൽ വ്യത്യാസം ഒന്നും കണ്ട് സമയം കളയരുത് കേട്ടോ. ഇത് നേരിട്ട് എന്ത് ചെയ്താൽ മതി? സ്ക്വയർ വാല്യൂ കണ്ടാൽ മതി. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, 1 മുതൽ 20 വരെയുള്ള സ്ക്വയറുകളും 1 മുതൽ 10 വരെയുള്ള ക്യൂബും കാണാതെ അങ്ങ് പഠിച്ചോണം കേട്ടോ. എന്തുകൊണ്ടാ? 4 എന്ന് പറഞ്ഞാൽ 2ന്റെ വർഗം, 25 എന്ന് പറഞ്ഞാൽ 5ന്റെ വർഗം, 64 എന്ന് പറഞ്ഞാലോ 8ന്റെ വർഗം. കണ്ടോ? അപ്പൊ 2ന്റെ കൂടെ 3 കൂട്ടിയാൽ 5, 5ന്റെ കൂടെ 3 കൂട്ടിയാൽ 8, അപ്പൊ 8ന്റെ കൂടെ 3 കൂട്ടിയാൽ എത്രയായിരിക്കും? 11 അല്ലേ? അപ്പൊ അടുത്തത് 11ന്റെ വർഗം വരും. 11ന്റെ വർഗം എത്രയാണ്? 121 ആണ്. കണ്ടോ? അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടി? 121 എന്ന് കിട്ടി. അപ്പൊ ഇതുപോലെ നമുക്ക് നമ്പേഴ്സ് ഓൾറെഡി സ്ക്വയറുകൾ അറിയാമെങ്കിൽ നമ്മൾ എന്ത് ചെയ്ത് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലേക്ക് വരും, ഇത് സ്ക്വയർ ആണല്ലോ. അപ്പൊ സ്ക്വയർ താഴോട്ട് എഴുതും. അപ്പൊ സംഖ്യകൾ കാണുമ്പോൾ തന്നെ ഏകദേശം ഐഡിയ കിട്ടി. 3 കൂട്ടുക, വർഗം എടുക്കുക. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടി? 121 എന്ന് കിട്ടി. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ ബി 121. അടുത്ത ചോദ്യം നോക്കിക്കേ. 5 × 6 103 ആണ്.
7 ഗുണം 8 144 ഗുണം 10 165. അങ്ങനെയാണെങ്കിൽ 9 ഗുണം 4 എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ അതായത് പൊതുവെ ഡീകോഡ് ചെയ്തിട്ടൊക്കെ ചെയ്യേണ്ട രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്പേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ കഴിവതും അത് അവസാനം ചെയ്യുക കേട്ടോ. അത് നമ്മൾ ആദ്യമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ പുറകെ ഇരുന്ന് സമയം കളയരുത്. ബാക്കിയുള്ള ചോദ്യങ്ങൾ ചെയ്തതിന് ശേഷം ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചെയ്യുക. കാരണം ഇത് അത്യാവശ്യം ട്രിക്കിയാണ്. നമുക്ക് അതിന്റെ ലോജിക്ക് പെട്ടെന്നൊന്നും പിടികിട്ടില്ല. അതിപ്പോൾ മാത്സിൽ എത്ര എക്സ്പേർട്ട് ആയിട്ടുള്ള ആളാണെങ്കിലും ചിലപ്പം കത്തും, ചിലപ്പം നമുക്ക് അതിൽ ഒത്തിരി സമയം എടുക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത ശേഷം മാത്രം ഈ ചോദ്യം ഫോക്കസ് ചെയ്യുക കേട്ടോ. അപ്പൊ ഇതെങ്ങനെ ചെയ്യാൻ നോക്കിക്കേ. 6ഉം 5ഉം 30 ആണെന്ന് നമുക്കറിയാം. പക്ഷെ 103 എന്നാണ് തന്നേക്കുന്നത്. 7 8 56 144. അപ്പൊ ഒന്ന് ഡബിൾ ചെയ്ത് നോക്കുക. 6 5 30, 30ന്റെ ഇരട്ടി 60 വരുള്ളൂ. 103 എന്നൊന്നും കിട്ടത്തില്ല അല്ലെ. അപ്പൊ എന്ത് ചെയ്യാം, ഈ അവസാനത്തെ നമ്പർ ഒന്ന് നോക്കിക്കേ. ഏതെങ്കിലും 2 സംഖ്യകളെ തമ്മിൽ ഗുണിച്ചാൽ 3 നമുക്ക് ഉത്തരം കിട്ടത്തില്ല. അപ്പൊ ഇവിടെ 3 വന്നു. അപ്പോഴേ നോക്കാം 3ഉമായിട്ട് ബന്ധമുള്ള ഏതെങ്കിലും സംഖ്യ ഇവിടെ കിടപ്പുണ്ടോ. 6 കിടപ്പുണ്ട് അല്ലെ. 6 എന്ന് പറയുന്നത് 3ന്റെ നേർ പകുതിയാണ്. അടുത്ത് നോക്കിക്കേ 4 എന്ന് പറയുന്നതോ 8ന്റെ നേർ പകുതിയാണ്. അടുത്തത് 5 എന്ന് പറയുന്നതോ 10ന്റെ നേർ പകുതിയാണ്. അപ്പൊ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടി. അവസാനത്തെ സംഖ്യ എന്ന് പറയുന്നത് സെക്കൻഡ് നമ്പറിന്റെ നേർ പകുതിയാണ്. അപ്പൊ ദേ ഇവിടെ 4ന്റെ നേർ പകുതി 2 ആയിരിക്കും നമ്മുടെ അവസാനത്തെ നമ്പർ. ഇനി നോക്കുക, ഒരു നമ്പർ ഉപയോഗിച്ച് നമ്മൾ ഒരു വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പൊ ഇനി ഫ്രണ്ടിലെ നമ്പറിന് മാത്രമേ റോൾ ഉണ്ടാവുള്ളൂ. ആ നമ്പർ മാത്രമേ നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ നോക്കിക്കേ, 5നെ എനിക്ക് എന്താക്കണം, 10 ആക്കണം. 7നെ 14 ആക്കണം. 8നെ 16 ആക്കണം. എന്ത് ചെയ്താൽ മതി, ഗുണം 2 ചെയ്താൽ മതി. 8 ഗുണം 2 16, 7 ഗുണം 2 14, 5 ഗുണം 2 10. ഇപ്പൊ ഫ്രണ്ടിലത്തെ സംഖ്യയുടെ കൂടെ 2 ഗുണിക്കുക, രണ്ടാമത്തെ സംഖ്യയിൽ നിന്നും 2 ഹരിക്കുക. അതാണ് നമ്മുടെ ഇവിടുത്തെ പാറ്റേൺ. അപ്പൊ 9ന്റെ കൂടെ 2 ഗുണിച്ചു എത്ര വരും, 18. ഇപ്പൊ നമ്മുടെ ഉത്തരം എത്ര വന്നു, 182 എന്ന് വന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തൊന്ന് നോക്കുക കേട്ടോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, ആൻസർ നോക്കാം. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി 182. അടുത്ത ചോദ്യം, ഒരു സംഖ്യയുടെ 15% 9 ആയാൽ സംഖ്യ ഏത്? ഒരു സംഖ്യയുടെ 15% 9. ഓക്കെ, ഒരു സംഖ്യയുടെ എന്ന് പറയുമ്പോൾ എക്സ് ആണല്ലോ. അപ്പൊ എക്സിന്റെ 15% 9 ആണെങ്കിൽ എക്സിന്റെ വില കാണുക. അതായത് എക്സ് ഇൻറ്റു 15% എന്ന് പറഞ്ഞാൽ എന്താണ്, 15/100. എന്തിന് തുല്യമാണ്, 9ന് തുല്യമാണ്. എക്സിന്റെ വില കാണാൻ എന്ത് ചെയ്യണം, ഈ 100നെ മുകളിലോട്ട് വിടുക. 9 ഗുണം 100 എന്നായി. ഈ 15നെ താഴോട്ട് വിടുക. ബൈ 15 എന്നായി. വെട്ടാലോ. 3 ഗുണം 3 9 ആണ്. 3 ഗുണം 5 15 ആണ്. 5 ഗുണം 1 5, 5 ഗുണം 20 ആണ് 100. എന്നോട് ഗുണിച്ചോ. 3 ഗുണം 2 6, ഒരു 0 കൂടെ ഉണ്ട് കേട്ടോ. 60. അപ്പൊ വാല്യൂ എത്രയാണ്, 60 ആണ്. 60ന്റെ 15% 9. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആൻസർ നോക്കാം. ആൻസർ നമുക്ക് ഓപ്ഷൻ ഡി 60 എന്ന് കിട്ടി. അടുത്ത ചോദ്യം, 6 8 9 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ. 6 8 9 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഇത് ലസാഗു കാണാനാണോ ഉസാക്ക കാണാനാണോ ചോദിച്ചേക്കുന്നത് എന്നൊക്കെ സംശയം വരും. ഏറ്റവും ചെറിയ സംഖ്യ കണ്ടുപിടിക്കാനാണ് പറയുന്നതെങ്കിൽ എന്ത് കാണണം, LCM കാണണം. ഓക്കെ, ഏറ്റവും ചെറിയ സംഖ്യ എന്നൊരു വാക്ക് നിങ്ങളുടെ ചോദ്യത്തിൽ ഉണ്ടെങ്കിൽ LCM ആണ് കാണണ്ടേ. LCM എന്ന് പറഞ്ഞാൽ എന്താ, ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ലോവസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ചെറുത്. അപ്പൊ ഏറ്റവും ചെറിയ നമ്പർ ഏത് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് കാണുക, ലസാഗു കാണുക. നേരെ മറിച്ച് ഏറ്റവും വലിയ സംഖ്യ ഏത് എന്നാണ് ചോദിക്കുന്നതെങ്കിലോ ഉസാഖ കാണണം. വലുതെന്ന് പറഞ്ഞാൽ ഉസാഖ കാണുക, ചെറുത് എന്ന് പറഞ്ഞാൽ ലസാഗു കാണുക. നമ്മുടെ ഉസാഖേനെ നമ്മൾ HCF എന്ന് വിളിക്കും അല്ലെ, ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അപ്പൊ ഹയസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, വലുത്. അപ്പൊ നമ്മുടെ ചോദ്യത്തിൽ വലുത് എന്നൊരു വാക്കുണ്ടെങ്കിൽ ഉസാഖ കണ്ടുപിടിക്കുക, ചെറുത് എന്നൊരു വാക്കുണ്ടെങ്കിൽ LCM കാണുക. ഓക്കെ, ഓർത്ത് വെക്കുക. ഏറ്റവും ചെറിയ വാല്യൂ ഏത് എന്നാണ് ചോദ്യത്തിൽ ചോദിക്കുക, പക്ഷെ ഉത്തരം
വലുതായിരിക്കും. അതാണ് LCM. വലിയ വാല്യൂ ഏതെന്നായിരിക്കും ചോദ്യത്തിൽ ചോദിക്കുന്നത്, പക്ഷെ ഓപ്ഷനിലെല്ലാം ചെറുതായിരിക്കും. നേരെ ഓപ്പോസിറ്റ് ആയിട്ട് എപ്പോഴും വരത്തുള്ളൂ കേട്ടോ. അപ്പൊ ഈ കേസിൽ നമ്മൾ എന്താ കണ്ടുപിടിക്കണ്ടേ? ചെറിയ വാല്യൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ട് LCM കണ്ടാൽ മതി. കാണാലോ. അപ്പൊ 6, 8, 9 LCM കണ്ടുപിടിച്ചോ. ആദ്യം നമുക്ക് 2 വെച്ച് ചെയ്യാം അല്ലെ. 3, 2, 6. അപ്പൊ 2നെ 6നെ 2 വെച്ച് ഹരിച്ചാൽ 3 എന്ന് കിട്ടി. 8നെ 2 വെച്ച് ഹരിച്ചാൽ 4. 9നെ ഹരിക്കാൻ പറ്റില്ല, അങ്ങനെ തന്നെ ഇട്ടു. ഇനി 3 വെച്ച് ചെയ്യാലോ. 3നെ 3 വെച്ച് ഹരിച്ചാൽ 1. 4നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇറക്കി അങ്ങ് എഴുതിക്കോ കേട്ടോ. ഇനി 9നെ 3 വെച്ച് ഹരിച്ചാൽ 3. ഇനി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്താ? 4നും 3നും കോമൺ ആയിട്ട് ഇനി ഒന്നും ഇല്ല. LCM ആണെങ്കിൽ എന്ത് ചെയ്യണം? L പോലെ ഗുണിക്കണം. 3 ഗുണം 2 6, 6 ഗുണം 4 24, അല്ലെങ്കിൽ എന്താണ് 4 ഗുണം 3 12, 3 ഗുണം 2 6, 12 ഗുണം 6 72. അപ്പൊ നമ്മുടെ ഉത്തരം എത്ര വന്നു? 72 എന്ന് വന്നു. കണ്ടോ, നമുക്ക് തന്നിരുന്ന വാല്യൂസിനേക്കാളും വലിയ വാല്യൂ അല്ലേ ഉത്തരം വന്നേ. അതാണ് LCM. LCM എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന വാല്യൂസിനേക്കാളും എപ്പോഴും വലുതേ ആവുള്ളൂ. പക്ഷെ നമ്മുടെ ചോദ്യത്തിൽ എന്തേ ചോദിക്കുള്ളൂ? ചെറിയ നമ്പർ കണ്ടുപിടിക്കൂ എന്നായിരിക്കും ചോദ്യത്തിൽ തരിക. എപ്പോഴും തിരിച്ചേ വരത്തുള്ളൂ. ചെറുതെന്ന് പറഞ്ഞാൽ ഉത്തരം വലുതായിരിക്കും, വലുത് എന്നാണ് പറയുന്നതെങ്കിൽ ഉത്തരം ചെറുതായിരിക്കും. ഓക്കെ, ഓപ്ഷൻ നോക്കാം. ആൻസർ ഓപ്ഷൻ ഡി 72. അടുത്ത ചോദ്യം. 11, 15, 21 എന്നിവ കൊണ്ട് ഹരിക്കുമ്പോൾ ക്രമത്തിൽ 9, 13, 19 എന്നിവ ബാക്കി വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നോക്കിക്കേ, 11, 15, 21 ഇതാണ് നമുക്ക് തന്നേക്കുന്ന 3 സംഖ്യ. ഇതിനെ നമ്മൾ ഹരിക്കുകയാണ്. ഏതോ ഒരു സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 9, 13, 19 എന്ന് ബാക്കി വരണം. ഇവിടെ 9 വരും, ഇവിടെ 13 വരണം, ഇവിടെ 19 വരണം. എന്ത്? ശിഷ്ടം വരണം കേട്ടോ. 9 എന്ന് ശിഷ്ടം കിട്ടണം, 13 എന്ന് ശിഷ്ടം കിട്ടണം, 19 എന്ന് ശിഷ്ടം കിട്ടണം. അങ്ങനെ വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ കണ്ടോ, ഇവിടെ എന്താ കൊടുത്തേക്കുന്നേ? ചെറിയ സംഖ്യ എന്നാ കൊടുത്തേക്കുന്നത്. അപ്പൊ എന്താണെങ്കിലും നമ്മൾ എന്ത് കാണണം? LCM കണ്ടുപിടിക്കണം. ആരുടെ LCM ആണ് കണ്ടുപിടിക്കണ്ടേ? അത് കണ്ടുപിടിക്കുന്നതിന് മുന്നേ ഒരു കാര്യം ചെയ്യണം. ഇവിടെ കണ്ടോ, നമുക്ക് ശിഷ്ടം വേണം. ശിഷ്ടം കിട്ടണമെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ നമ്പറുകൾ തമ്മിലുള്ള വ്യത്യാസം കാണുക. 11ൽ നിന്ന് 9 കുറച്ചാൽ 2, 15ൽ നിന്നും 13 കുറച്ചാൽ 2, 21ൽ നിന്നും 19 കുറച്ചാൽ 2. അപ്പൊ ആദ്യം എന്ത് ചെയ്യുക? ശിഷ്ടവുമായിട്ടുള്ള വ്യത്യാസം കണ്ടുപിടിക്കുക. അപ്പൊ നമുക്കിവിടെ എല്ലാം ഒരേ വ്യത്യാസമാണ് കിട്ടിയത് അല്ലേ? 2 എന്ന് തന്നെയല്ലേ കിട്ടിയത്? ഒരേ വ്യത്യാസം കിട്ടി. ഇനി എന്ത് ചെയ്യണം? നമുക്ക് തന്നേക്കുന്ന മെയിൻ സംഖ്യകളുടെ ലസാഗു കാണുക. കണ്ടുപിടിച്ചോ? 11, 15, 21 3 വെച്ച് ചെയ്യാം അല്ലെ. 3 വെച്ച് ചെയ്യുമ്പോൾ എന്ത് വരും? 11ന് ഒന്നും ചെയ്യാൻ പറ്റില്ല. 15നെ 3 വെച്ച് ഹരിച്ചാൽ 5, 21നെ 3 വെച്ച് ഹരിച്ചാൽ 7. ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. 11നും 5നും 7നും കോമൺ ആയിട്ടൊന്നും ഇല്ല. ഇനി എല്ലാം കൂടെ എന്ത് ചെയ്യുക? L പോലെ ഗുണിക്കുക. ഗുണിക്കാലോ. അപ്പൊ 11 ഗുണം 3 33, 7 ഗുണം 5 35. അപ്പൊ നമുക്ക് രണ്ടും കൂടെ ഗുണിക്കാലോ. 33 ഗുണം 35 ചെയ്യാം. 5 ഗുണം 3 15, ശിഷ്ടം 1 പ്ലസ് 5 ഗുണം 3 15 പ്ലസ് 3 ഗുണം 3 9. എല്ലാം കൂടെ കൂട്ടിക്കോ. 9 1 10, 10 10 20, 20 5 25, ശിഷ്ടം 2. 3 ഗുണം 3 9, 9 2 11. കണ്ടോ? അപ്പൊ ലസാഗു എത്ര കിട്ടി? 1155 എന്ന് കിട്ടി. കഴിഞ്ഞില്ല. ഇങ്ങനെ ഒരു ആൻസർ ഒരു പക്ഷെ നിങ്ങൾക്ക് ഓപ്ഷനിൽ അവർ തരാം. ഈ പ്രാവശ്യം എന്തായാലും തന്നിട്ടില്ലായിരുന്നു. നിങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ നേരെ പോയി മാർക്ക് ചെയ്യരുത്. ഇനി ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. 1155നെ നിങ്ങൾ 11 വെച്ച് ഹരിച്ചാൽ ശിഷ്ടം 0 എന്ന് കിട്ടും. 15 വെച്ച് ഹരിച്ചാലും ശിഷ്ടം 0 എന്നാ കിട്ടാൻ പോവാ. 21 വെച്ച് ഹരിച്ചാലും ശിഷ്ടം 0 എന്നേ വരത്തുള്ളൂ. അപ്പൊ പക്ഷെ നമുക്ക് എന്താ വേണ്ടേ? നമ്മളോട് അവർ പറഞ്ഞിട്ടുണ്ട് 9, 13, 19 എന്നൊക്കെ നമുക്ക് അവിടെ ശിഷ്ടങ്ങൾ കിട്ടണം. അപ്പൊ എന്ത് ചെയ്യാ? ഈ പൊതുവ്യത്യാസം കണ്ടോ? ഈ പൊതുവ്യത്യാസത്തിനെ നമ്മുടെ ഈ സംഖ്യയിൽ നിന്ന് കുറയ്ക്കുക.
ഓക്കെ, അപ്പൊ 1155 മൈനസ് 2 ചെയ്യുക. അപ്പൊ 1153 എന്ന് കിട്ടി. കണ്ടോ? അപ്പൊ ഇതാണ് നമ്മളുടെ ഉത്തരം. 1153 ആണ് ഉത്തരം. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ 11 ഹരിച്ചാൽ 9 ശിഷ്ടം കിട്ടും, 15 ഹരിച്ചാൽ 13 ശിഷ്ടം കിട്ടും, 21 ഹരിച്ചാൽ 19 ശിഷ്ടം കിട്ടും. അപ്പൊ ആൻസർ എത്രയാണ്? 1153. ഓപ്ഷൻ നോക്കാം. ആൻസർ ഓപ്ഷൻ ഡി 1153. അടുത്ത ചോദ്യം നോക്കിക്കേ, ശ്രേണികളിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. 5, 9, 4, 8, 3, 7 അടുത്ത സംഖ്യ ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നോക്കിക്കേ, ഇവിടെ ആദ്യം 5 9 ആയി, പിന്നെ 9 4 ആയി, പിന്നെ 4 8 ആയി, പിന്നെ 8 3 ആയി, പിന്നെ 3 7 ആയി. അപ്പൊ എന്താണല്ലോ അടുത്തത് ഒരു ചെറിയ സംഖ്യ ആയിരിക്കും. കൂടിയും കുറഞ്ഞും പോകുന്ന ഒരു ശ്രേണിയാണ് അല്ലേ ഇത്. ഓൾട്ടർനേറ്റീവ് ശ്രേണി നമുക്ക് വിളിക്കാം. അപ്പൊ ഈ ഓൾട്ടർനേറ്റീവ് സീരീസിനകത്ത് ഒന്നെങ്കിൽ നിങ്ങൾ അതിന്റെ വ്യത്യാസം കണ്ടുപിടിച്ചാൽ ഉത്തരം കിട്ടും കേട്ടോ. പക്ഷെ ഞാനിപ്പോ അല്ലാതെ ഒരു കാര്യം പറഞ്ഞുതരാം. ഇവിടെ നോക്കിക്കേ, 5, ഇവിടെ 4, ഇവിടെ 3. ഇപ്പൊ ഓൾട്ടർനേറ്റ് ആയിട്ടാണ് ഇവർ കുറഞ്ഞു കുറഞ്ഞു പോകുന്നത് അല്ലെ. ഇവിടെയോ 9, 8, 7 അവരും എന്താണ് ഒന്നിടവിട്ട് കുറഞ്ഞു പോവാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒന്ന് കൂടിയും ഒന്ന് കുറഞ്ഞും വരുന്ന കേസിൽ നിങ്ങൾ ഇങ്ങനെ ഒരെണ്ണം വിട്ടിട്ടുള്ള നമ്പേഴ്സ് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കുക കേട്ടോ. അപ്പൊ നമുക്കൊരു ഐഡിയ അവിടെ നിന്ന് കിട്ടും. അപ്പൊ 5 ആണല്ലേ, 5 എന്തായിട്ട് മാറി? 4 ആയിട്ട് മാറി. 4 എന്തായിട്ട് മാറി? 3 ആയിട്ട് മാറി. അപ്പൊ അടുത്തത് എന്തായിരിക്കും? 2 ആയിരിക്കും. കണ്ടോ നമുക്ക് ഉത്തരം കിട്ടിയത്? ഇപ്പൊ 5 4 ആയി, 4 3 ആയി. അങ്ങനെയാണെങ്കിൽ 3 1 ഇടവിട്ട് 2 എന്നായിട്ട് കുറയുന്നു. അല്ലാതെ വ്യത്യാസം കണ്ടാൽ ഉത്തരമൊക്കെ കണ്ടുപിടിക്കാം. പക്ഷെ എളുപ്പത്തിൽ ചെയ്യാനുള്ള രീതിയാണ് പറഞ്ഞു തന്നെ. ഇതുപോലെ 5 9 ആയിട്ട് കൂടി, 9 4 ആയിട്ട് കുറഞ്ഞു, 4 8 ആയിട്ട് കൂടി, 8 3 ആയിട്ട് കുറഞ്ഞു. ഇങ്ങനെ കൂടിയും കുറഞ്ഞും വരുന്ന സീരീസ് വന്നാൽ ഒന്ന് ഇടവിട്ടുള്ള സംഖ്യകൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കുക. പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിക്കാം. അപ്പൊ ആൻസർ എത്രയാണ്? 2 എന്ന് കിട്ടി. ഓപ്ഷൻ നോക്കാം. ആൻസർ ഓപ്ഷൻ ബി 2 എന്ന് കിട്ടി. അടുത്ത ചോദ്യം, 2012 ഒക്ടോബർ 1 തിങ്കളാഴ്ചയാണ്. അങ്ങനെയാണെങ്കിൽ 2012 നവംബർ 1 ഏത് ദിവസം? അപ്പൊ എഴുതിക്കോ, 2012 ഒക്ടോബർ 1 നമുക്ക് തന്നിട്ടുണ്ട്, തിങ്കളാഴ്ചയാണ് കേട്ടോ. അപ്പൊ ഞാൻ അങ്ങോട്ട് എഴുതി. ഇനി എന്താ ചോദിച്ചേക്കുന്നേ? അതേ വർഷത്തിലെ 2012 നവംബർ 1 ഏത് ദിവസമാണ് എന്നാണ് ചോദിച്ചേക്കുന്നേ. ഓക്കെ, അപ്പൊ ഒക്ടോബർ കഴിഞ്ഞ് ഏതൊക്കെ മാസമുണ്ട്? ഒക്ടോബർ കഴിഞ്ഞാൽ നവംബർ തന്നെയാണ് വരുന്നത്, തൊട്ടടുത്ത മാസമാണ് അല്ലെ. ഇപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ ഒക്ടോബറിൽ 1-ാം തീയതി നമുക്ക് തിങ്കളൻ തന്നിട്ടുണ്ട്. 1-ന് ശേഷം എത്ര ദിവസമുണ്ട്? ഒക്ടോബറിൽ 31 ദിവസം ഉണ്ട് അല്ലെ. ഇപ്പൊ ഒക്ടോബറിൽ ഒരു ദിവസം പോയി, പിന്നെ എത്ര ദിവസം? 30 ദിവസം. പ്ലസ് ഒക്ടോബർ കഴിഞ്ഞാൽ തൊട്ടടുത്ത മാസം ഏതാണ്? നവംബർ ആണ്. നവംബറിലെ ഏത് ദിവസത്തെ കാര്യം നമ്മളോട് ചോദിച്ചേക്കുന്നേ? 1-ാം തീയതിയിലെ കാര്യമാണ് ചോദിച്ചേക്കുന്നത്. ഞാൻ അതുകൊണ്ട് 1 എന്ന് എഴുതി. നവംബർ 10-ാം തീയതിയിലെ കാര്യമാണ് ചോദിച്ചിരുന്നെങ്കിൽ ഞാനിവിടെ 10 എന്ന് എഴുതിയേനെ. ഏത് ഡേറ്റ് ആണോ നമ്മളോട് പറഞ്ഞേക്കുന്നത് ആ ഡേറ്റ് അങ്ങോട്ട് എഴുതി കൊടുക്കുക. ഇനി ഇതിന്റെ ഇടയ്ക്ക് വേറെ മാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിലോ ആ മാസത്തിലെ ദിവസങ്ങളും എഴുതി കൂട്ടണമായിരുന്നു. സേ ഫോർ എക്സാമ്പിൾ എന്നോട് പറയാണ് ഡിസംബർ 10-ാം തീയതി ഏത് ദിവസം? അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ആദ്യം ഒക്ടോബറിലെ ഒരു ദിവസം പോയി, ഇപ്പൊ 30 ദിവസം അങ്ങോട്ട് എഴുതി കൊടുത്തു. പിന്നെ ഒക്ടോബർ കഴിഞ്ഞ് ഏതാ മാസം വരിക? നവംബർ ആണ്. നവംബറിൽ എത്ര ദിവസം? നവംബറിൽ 30 ദിവസം. പ്ലസ് ഡിസംബറിൽ എത്ര ദിവസം എടുക്കണം? 10 ദിവസം എടുക്കണം. കണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത്. ഇടയ്ക്കുള്ള മാസങ്ങളിലെ ദിവസങ്ങളെല്ലാം എഴുതണം. തുടക്കത്തിലെ മാസവും അവസാനത്തെ മാസവും മാത്രം തുടക്കത്തിലെ മാസം നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റിന് ശേഷം വരുന്ന ദിവസം എടുക്കണം. അവസാനത്തെ മാസം, അതായത് ഏത് ഡേറ്റ് ആണോ നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് ആ ഡേറ്റ് വരെയുള്ള കാര്യം മാത്രം എഴുതിയാൽ മതി. അപ്പൊ ഇതൊക്കെ തൂത്തുകളയാലോ. അപ്പൊ ഒക്ടോബർ 1-ാം തീയതി കഴിഞ്ഞാൽ ഒക്ടോബറിൽ ഇനി എത്ര ദിവസം ഉണ്ട്? 30 ദിവസം ഞാൻ അങ്ങോട്ട് എഴുതി കൊടുത്തു. പ്ലസ് നവംബർ 1-ാം തീയതിയാണ്, അതുകൊണ്ട് നവംബറിൽ ഒരു ദിവസം നമ്മൾ എടുത്താൽ മതി. അപ്പൊ എത്ര വന്നു? 31 ദിവസം എന്ന് വന്നു. ഒറ്റ ദിവസങ്ങൾ കണ്ടുപിടിക്കണം. അതിനെന്ത് ചെയ്യണം? ഈ കൂട്ടിക്കെട്ടുന്ന ദിവസത്തിനെ 7 ഹരിക്കുക. ഓക്കെ, ഒരാഴ്ചയിൽ 7 ദിവസം. ഒറ്റ ദിവസങ്ങൾ കാണാൻ 7 ഹരിച്ചോ. 7 ഗുണം 4 28. പോയിട്ട് ശിഷ്ടം 3 എന്ന് കിട്ടി അല്ലെ. അപ്പൊ നമുക്ക് ശിഷ്ടം 3 എന്ന് വന്നു. അപ്പൊ എന്ത് ചെയ്യാ? തന്നിരിക്കുന്ന ദിവസത്തിന്റെ കൂടെ 3 കൂട്ടിയാൽ മതി, നമ്മളുടെ ഉത്തരമായി. കൂട്ടാലോ. തിങ്കൾ കഴിഞ്ഞാൽ ചൊവ്വ, ബുധൻ, വ്യാഴം. അപ്പൊ നമ്മളുടെ ഉത്തരം ഏത് വരും? വ്യാഴം എന്ന് വന്നു.
കണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ വന്നാൽ ചെയ്യേണ്ടത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സംശയമുള്ള കുട്ടികൾ കലണ്ടർ എന്ന വീഡിയോ പോയി കാണണം. അതിനകത്ത് ഇങ്ങനത്തെ ചോദ്യങ്ങളെല്ലാം ചെയ്യിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ആൻസർ നോക്കാം. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, വ്യാഴം എന്ന് കിട്ടി. അടുത്ത ചോദ്യം നോക്കിക്കേ. 3⁻7 + 3⁻7 + 3⁻7 3⁻x ആണെങ്കിൽ എക്സിന്റെ വില എത്ര? സിമ്പിൾ ചോദ്യമാണ് അല്ലെ? ചോദ്യം എങ്ങനെ ചെയ്യാം? എക്സ്പോണൻസിനെ ഗുണിക്കാൻ വളരെ എളുപ്പമാണ് അല്ലെ? ഗുണിക്കാനാണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. 3⁻7 ഗുണം 3⁻7 ഗുണം 3⁻7 ഇങ്ങനെയായിരുന്നെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ട് 3⁻7 + 7 + 7 ചെയ്താൽ നിങ്ങളുടെ ഉത്തരമായേനെ. ഗുണനം വന്നാൽ നമുക്ക് പവറുകളെല്ലാം എന്ത് ചെയ്യാം? കൂട്ടാം. കൂട്ടിയിട്ട് ഉത്തരം 21 എന്ന് എഴുതി കൊടുക്കാമായിരുന്നു. പക്ഷെ ഇവിടെ എന്താണ്? ഗുണനമല്ല, ഇവിടെ നമുക്ക് പ്ലസ് ആണ് വന്നിരിക്കുന്നത്. പ്ലസ് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ എടുത്ത് പവറുകളെ കൂട്ടി ഉത്തരം എഴുതാൻ പറ്റില്ല. അപ്പൊ എങ്ങനെ ചെയ്യാൻ നോക്കിയാലോ? അതിന് ആദ്യം നമ്മൾ ഇതേ ഒരു 3⁻7 പുറത്തേക്ക് എടുത്തു കേട്ടോ. അപ്പൊ 3⁻7 കോമൺ ആയിട്ട് എടുത്താൽ അകത്ത് എന്ത് വരും? 1 + 1 + 1 എന്ന് വരും. ശരിയല്ലേ? 3⁻7 പുറത്തെടുത്താൽ ഇവിടെ പിന്നെ 1 ബാക്കിയുള്ളൂ, ഇവിടെ 1 ബാക്കിയുള്ളൂ, ഇവിടെ 1 ബാക്കിയുള്ളൂ. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3⁻7 3⁻7 3⁻7 നമുക്ക് ഉത്തരം കിട്ടും. ഇനി ഇപ്പൊ 3⁻7 × 1 2 3 1 + 1 + 1 എത്ര വന്നു? 3 എന്ന് വന്നു. അപ്പൊ ഇവിടെ 3 എന്ന് വന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? പവർ അവിടെ 1 ആണ്. ശരിയല്ലേ? 3 മുകളിൽ നമ്പർ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം അവിടെ 1 ഉണ്ട് എന്നാണ് അർത്ഥം. ഇനി നോക്കിക്കേ, ഇവിടെ നമുക്ക് 7ഉം ഇവിടെ 1ഉം ഇവിടെ ഗുണനവും വന്നു. താഴത്തെ ബേസ് രണ്ടും സെയിം ആണെങ്കിൽ മുകളിലത്തെ പവറുകളെ നമുക്ക് എന്ത് ചെയ്യാം? കൂട്ടാം. ഗുണനം വന്നാൽ മാത്രം കേട്ടോ. അപ്പൊ 3⁻7 × 3⁻1 എന്ന് തന്നാൽ അത് എന്തിന് തുല്യമാണ്? 3⁻7 + 1 തുല്യമാണ്. ഈ 7ഉം ഈ 1ഉം കൂടെ നമുക്ക് എന്ത് ചെയ്യാം? കൂട്ടിക്കൊടുക്കാം. അപ്പൊ എത്ര വന്നു? 3�8 എന്ന് വന്നു. കണ്ടോ? അപ്പൊ എക്സിന്റെ വില എത്രയാണ്? 8 ആണ്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അല്ലാതെ നേരെ കൂട്ടി വെച്ച് 21 ഉത്തരം എഴുതി വെക്കരുത്. നമ്മുടെ ഓപ്ഷനിൽ നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ അങ്ങനെ ഒരു സാധനം ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ എക്സ്പോണൻസിന്റെ റൂൾസ് ഒക്കെ നല്ല കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. കൃത്യംഗങ്ങൾ എന്ന വീഡിയോ പോയി കാണണം കേട്ടോ. അപ്പൊ ദേ ആൻസർ എത്ര കിട്ടി? എക്സിന്റെ വില 8 എന്ന് കിട്ടി. ആൻസർ നോക്കാം. ഓപ്ഷൻ എ 8 എന്ന് കിട്ടി. അടുത്ത ചോദ്യം നോക്കിക്കേ. ഈ തന്നിരിക്കുന്ന സംഖ്യകളിൽ ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. 4 നമ്പർ തന്നിട്ടുണ്ട്. അപ്പൊ സാധാരണ രീതിയിൽ നമ്മൾ എങ്ങനെയാണ് ഭിന്നസംഖ്യയിൽ ചെറുതും വലുതും കണ്ടുപിടിക്കുന്നത്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വലിയ സംഖ്യ കിട്ടുന്നത് ഏതാണോ അത് വലുത്, ചെറുത് കിട്ടുന്നത് ഏതാണോ അത് ചെറുത്. അങ്ങനെയാണ് സാധാരണ രീതിയിൽ ചെയ്യാറ് കേട്ടോ. അപ്പൊ ഈ ചോദ്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിനെ നോക്കിക്കേ. മുകളിൽ കിടക്കുന്ന സാധനം ന്യൂമറേറ്റർ എന്ന് പറയുന്നത് 8 ആണ്. എല്ലാത്തിന്റെയും കേസിൽ ഒരേ അംശമാണ് വന്നിരിക്കുന്നത്, വ്യത്യസ്ത ഛേദങ്ങളാണ് വന്നിരിക്കുന്നത്. നമ്മളൊരു റൂള് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരേ അംശവും വ്യത്യസ്ത ഛേദവും വന്നാൽ ഏറ്റവും ചെറിയ ഛേദം വരുന്ന സംഖ്യ ഏറ്റവും വലുതും ഏറ്റവും വലിയ ഛേദം വരുന്ന സംഖ്യ ഏറ്റവും ചെറുതുമായിരിക്കും. ഓർമ്മയുണ്ട് എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഫ്രാക്ഷൻസിന്റെ ക്ലാസ്സിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ നോക്കിക്കേ, ഇവിടെ 9 ആണ് വന്നിരിക്കുന്നത്, ഇവിടെ 10, ഇവിടെ 15, ഇവിടെ 8. ഏറ്റവും ചെറിയ സംഖ്യ ചോദിച്ചാൽ ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം ഏറ്റവും വലുതായി വരുന്ന സംഖ്യ ഏതോ അത് ഏറ്റവും ചെറുതായിരിക്കും കേട്ടോ. അപ്പൊ ദേ ഇവിടെ 15 വന്നു. 15 തന്നിരിക്കുന്ന സംഖ്യകളിലെ ഏറ്റവും വലുത്, അതുകൊണ്ട് തന്നെ ഇതാണ് ഏറ്റവും ചെറുത്. മനസ്സിലായോ? അപ്പൊ നമ്മളുടെ ഉത്തരം ഏത് വരും? 8/15 എന്ന് വരും. കാര്യം മനസ്സിലായോ? നമുക്ക് തന്നിട്ടുള്ള ഫ്രാക്ഷനുകളിൽ മുകളിലത്തെ സംഖ്യകളെല്ലാം തുല്യമാണ്, താഴത്തെ സംഖ്യകൾ മാത്രമേ വ്യത്യാസമുള്ളെങ്കിൽ ഏറ്റവും വലുത് വരുന്നത് ചെറിയ ഫ്രാക്ഷനും ഏറ്റവും ചെറുത് വരുന്നത് വലിയ ഫ്രാക്ഷനുമായിരിക്കും. ഇവിടെ ചെറുത് ഏതാ? ഇതല്ലേ, 8/8 1. അപ്പൊ ഇതായിരിക്കും നമ്മളുടെ ഏറ്റവും വലിയ ഫ്രാക്ഷൻ. മനസ്സിലായോ? നേരെ മറിച്ച് ഇപ്പൊ എല്ലാത്തിന്റെ ഡിനോമിനേറ്റർ സെയിം തന്നേക്കുവാണ്. 2/2, 3/2, 4/2. ഇതുപോലെ എല്ലാവരുടെയും ഡിനോമിനേറ്റർ സെയിമും അംശം മാത്രം വ്യത്യാസവും വന്നാൽ സാധാരണ പോലെ തന്നെ എടുക്കുക. ഏറ്റവും വലിയ അംശം വരുന്നത് ഏറ്റവും വലുതും ഏറ്റവും ചെറിയ അംശം വരുന്നത് ഏറ്റവും ചെറുതുമായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ഡിനോമിനേറ്റർ സെയിമും ന്യൂമറേറ്റർ വ്യത്യാസവും ആക്കി തന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും ചെറുത് ഏതാണോ അത് ഏറ്റവും ചെറുത്, ഏറ്റവും വലിയ ന്യൂമറേറ്റർ വരുന്നത് ഏതാണോ അത് ഏറ്റവും വലുതായിരിക്കും.
നേരെ മറിച്ച് നമുക്ക് നേരെ തിരിച്ചാ തരുന്നത്. അംശമെല്ലാം സെയിം ആക്കി തന്നു, ഛേദം മാത്രം വ്യത്യാസമാക്കി തരികയാണെങ്കിൽ ഏറ്റവും വലിയ ഛേദം ഏതാണോ ആ ഫ്രാക്ഷൻ ഏറ്റവും ചെറുതായിരിക്കും. നേരെ മറിച്ച് ഏറ്റവും ചെറിയ ഛേദം അല്ലെങ്കിൽ ചെറിയ ഡിനോമിനേറ്റർ ആർക്കാണോ ഉള്ളത് ആ ഫ്രാക്ഷൻ ഏറ്റവും വലുതുമായിരിക്കും. നേരെ ഓപ്പോസിറ്റാ രണ്ടും. അങ്ങനെ ഒന്ന് ആലോചിച്ച് വെക്കുക കേട്ടോ. അപ്പൊ അങ്ങനെ കണ്ടുപിടിച്ച് നമുക്ക് ആൻസർ എഴുതാൻ സാധിക്കും. ഓക്കെ, ഈ രണ്ട് കേസും അല്ലാതെ നമുക്കിപ്പം എല്ലാം വ്യത്യാസപ്പെടുത്തിയിട്ടുള്ള ഫ്രാക്ഷനുകളാണ് തരുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെ തരികയാണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ക്രോസ് ചെയ്തിട്ട് ഏറ്റവും വലിയ ന്യൂമറേറ്റർ വരുന്ന ഏതാണെന്ന് കണ്ടുപിടിക്കുക, ആൻസർ ആയിട്ട് മാർക്ക് ചെയ്യുക. അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണ്? 8/15. അടുത്ത ചോദ്യം നോക്കിക്കേ, നമ്മുടെ ബോർഡ് മാസ് റൂൾ അനുസരിച്ച് ചെയ്യുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. 3 × 3 മൈനസ് 3 ഡിവൈഡഡ് ബൈ 3 ഗുണം 3 ഡിവൈഡഡ് ബൈ 3 മൈനസ് 3. കുറേ 3കൾ തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ ആദ്യം എന്ത് ചെയ്യാ, ഹരണം ചെയ്യുക. ഇവിടെ ഒരു ഹരണമുണ്ട്, ഇവിടെ ഒരു ഹരണമുണ്ട് കേട്ടോ. ഹരണം ചെയ്യാലോ. അപ്പൊ 3 × 3 മൈനസ് 3നെ 3 ഹരിച്ചാൽ എന്ത് വരും? 1 ഗുണം 3നെ 3 ഹരിച്ചാൽ 1 മൈനസ് 3 അവിടെയുണ്ട്, അത് അങ്ങോട്ട് എഴുതി കൊടുക്കണേ. 3 × 3 അടുത്തത് എന്ത് ചെയ്യണം? ഗുണനം ചെയ്യണം. 3 × 3 എത്ര വന്നു? 9 എന്ന് വന്നു. 1 × 1 എത്ര വന്നു? 1 എന്ന് വന്നു. ഇനി നമ്മൾ എന്താ പഠിച്ചത്? പ്ലസ് വരുന്നവരെ എല്ലാം കൂട്ടുക, മൈനസ് വരുന്നവരെ എല്ലാം കൂട്ടുക. ഒരാള് പ്ലസും ഒരാള് മൈനസും വന്നാൽ കുറയ്ക്കുക. ഇവിടെ 9 എന്ന് പറയുന്നത് പ്ലസ് ആണ് അല്ലേ. മുന്നിൽ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം അത് പ്ലസ് ആ. ഇവിടെ ഒരു -1 ഉണ്ട്, ഇവിടെ ഒരു -3 ഉണ്ട്. രണ്ടുപേര് മൈനസ് വന്നാൽ അവർ തമ്മിൽ കൂട്ടണം. 3ന്റെ കൂടെ 1 കൂട്ടിക്കോ, 4 എന്ന് വന്നു. കഴിഞ്ഞില്ല, തമ്മിൽ വലിയ ആളുടെ സൈൻ ഇട്ട് കൊടുക്കണം. ഇവിടെ 3ന്റെ സൈൻ ഏതാ? മൈനസ് അല്ലേ, മൈനസ് ഇട്ട് കൊടുത്തു. ഇനി ഫ്രണ്ടിൽ ഒരു 9 ഉണ്ട്, അത് അങ്ങോട്ട് എഴുതുക. ഇനി എന്ത് ചെയ്യണം? 9 പ്ലസും 4 മൈനസും ആണ്. ഒരാൾ പ്ലസും ഒരാൾ മൈനസും വന്നാൽ കുറയ്ക്കണം. രണ്ടുപേരും ഒരേ സൈൻ വന്നാൽ കൂട്ടുകയേ ചെയ്യത്തുള്ളൂ കേട്ടോ. 2 പ്ലസ് വന്നാലും കൂട്ടണം, 2 മൈനസ് വന്നാലും കൂട്ടണം. ഒരാൾ പ്ലസും ഒരാൾ മൈനസും വന്നാൽ മാത്രമേ നമ്മൾ കുറയ്ക്കത്തുള്ളൂ. 9ൽ നിന്നും 4 കുറച്ചാൽ 5 എന്ന് കിട്ടി. കണ്ടോ, നമ്മുടെ ഉത്തരം എത്ര വന്നു? 5 എന്ന് വന്നു. ഇനി ഇവിടെ വലിയ സംഖ്യ 9. 9ന്റെ സൈൻ ഏതാണ്? പ്ലസ് ആണ്. അതുകൊണ്ട് നമ്മുടെ ഉത്തരം എന്തായിരിക്കും? പ്ലസ് ആയിരിക്കും. വലിയ സംഖ്യയുടെ സൈൻ ആണ് എപ്പോഴും ഉത്തരത്തിന് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പൊ ആൻസർ എത്ര വന്നു? 5 എന്ന് വന്നു. ഓപ്ഷൻ നോക്കാം. ആൻസർ ഓപ്ഷൻ ഡി 5. അടുത്ത ചോദ്യം നോക്കിക്കേ. അനുവിന്റെ ഇപ്പോഴത്തെ വയസ്സ് 3 വർഷത്തിന് ശേഷമുള്ള വയസ്സിന്റെയും 3 വർഷത്തിന് മുൻപുള്ള വയസ്സിന്റെയും വ്യത്യാസത്തിന്റെ 3 മടങ്ങാണ്. അനുവിന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? വളരെ നല്ലൊരു ചോദ്യമാണ് അല്ലെ. അനുവിന്റെ വയസ്സിനെ ഞാൻ എക്സ് എന്ന് വിളിച്ചു. അനുവിന്റെ ഇപ്പോഴത്തെ വയസ്സെന്ന് പറയുന്നത് 3 വർഷത്തിന് ശേഷമുള്ള വയസ്സ്. 3 വർഷത്തിന് ശേഷമുള്ള വയസ്സ് എത്രയായിരിക്കും? x+3 അല്ലേ. എക്സിന്റെ കൂടെ 3 വയസ്സ് കൂടും. 3 വർഷത്തിന് മുൻപുള്ള വയസ്സിന്റെ 3 മടങ്ങാണ്. 3 വർഷത്തിന് ശേഷമുള്ള വയസ്സെന്ന് പറയുന്നത് നോക്കി x+3 ആണ്. ഇനി 3 വർഷത്തിന് മുൻപുള്ള വയസ്സ് എത്രയായിരിക്കും? x-3 ആയിരിക്കില്ലേ. 3 വർഷത്തിന് മുൻപ് x-3, ഇപ്പം x+3. ഇവരുടെ രണ്ടുപേരുടെയും വ്യത്യാസം കാണുക. ആ വ്യത്യാസത്തിന്റെ 3 മടങ്ങാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മൾ ഇവർ തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കാൻ പോവാണേ. അപ്പൊ നോക്കിക്കേ, എനിക്കിപ്പോ 10 വയസ്സുണ്ട്. 3 വർഷം കഴിയുമ്പോൾ 13 വയസ്സാവും. 3 വർഷത്തിന് മുന്നേ എന്ന് പറയുമ്പോഴോ 7 വയസ്സല്ലേ ഉള്ളൂ. അപ്പൊ ഇതിൽ വലുത് ഏതായിരിക്കും? 3 വർഷത്തിന് ശേഷമുള്ള വയസ്സാണ് വലുത്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ചെറിയ വയസ്സാണ് കുറയ്ക്കാൻ പോകുന്നത്. x+3 എഴുതി. മൈനസ് x-3 നമ്മൾ കുറയ്ക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ നോക്കിക്കേ, -x എന്നായിട്ട് മാറും. മൈനസും മൈനസും കൂടെ പ്ലസ് ആയിട്ട് മാറും. മനസ്സിലായോ? ബ്രാക്കറ്റ് വന്നാൽ x-3നെ നമ്മൾ മൈനസുമായിട്ട് ഗുണിക്കാൻ പോവാണ്. അപ്പൊ -x -x, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയിട്ട് മാറും. മൈനസും മൈനസും പ്ലസ് ആവത്തേ ഉള്ളൂ കേട്ടോ. ഗുണിക്കാൻ പറഞ്ഞാൽ നമുക്ക് നേരിട്ട് പ്ലസ് എന്ന് ഇട്ട് കൊടുക്കാം. അപ്പൊ അതേ x+3 എന്നായിട്ട് മാറി. ഇനി ഇവിടെ ഒരു +x ഉണ്ട്, ഇവിടെ ഒരു -x ഉണ്ട്. എക്സും എക്സും എന്താവും? ക്യാൻസൽ ആയി പോവും, വെട്ടിപ്പോവും. പിന്നെ ഇവിടെ ഒരു 3ഉം ഇവിടെ ഒരു 3ഉം 3ഉം കൂടെ എത്ര വന്നു? 6 എന്ന് വന്നു. 6ന്റെ 3 മടങ്ങാണ് എന്നാണ് പറഞ്ഞേക്കുന്നേ. അതാണ് അയാളുടെ പ്രായം നമുക്ക് കിട്ടി. പക്ഷെ ഇപ്പോഴത്തെ പ്രായം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് കിട്ടുന്ന വ്യത്യാസത്തിന്റെ 3 മടങ്ങ് കണ്ടുപിടിക്കുക.
അപ്പൊ 6നെ 3 ഗുണിക്കുക. 6 ഗുണം 3 18. ഇതാണ് അനുവിന്റെ ഇപ്പോഴത്തെ വയസ്സ്. മനസ്സിലായോ? അപ്പൊ അനുവിന്റെ വയസ്സ് കാണാൻ അനു എന്താ പറഞ്ഞു തന്നെ? എൻ്റെ വയസ്സ് 3 വർഷത്തിന് ശേഷമുള്ള വയസ്സ് x+3, 3 വർഷത്തിന് മുൻപുള്ള വയസ്സ് x-3. ഇവർ രണ്ടുപേരുടെയും വ്യത്യാസത്തിന്റെ 3 മടങ്ങാണ്. അപ്പൊ ഇവരുടെ വ്യത്യാസം നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ എത്ര കിട്ടി? 6 എന്ന് കിട്ടി. അതിന്റെ 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ അതിനെ 3 ഗുണിക്കുക. 6 ഗുണം 3 18 എന്ന് കിട്ടി. കണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ ഇങ്ങനത്തെ ചോദ്യം ചെയ്യേണ്ടത്. വായിക്കുമ്പോൾ നമുക്ക് ഒന്നും മനസ്സിലാവില്ല, പക്ഷെ ചുമ്മാ അങ്ങ് എഴുതി നോക്കണം. എന്തെങ്കിലും ഒരു ക്ലൂ നമുക്ക് അവിടെ നിന്ന് കിട്ടും കേട്ടോ. ആൻസർ നോക്കാം. ആൻസർ ഓപ്ഷൻ സി 18 എന്ന് കിട്ടി. മനസ്സിലായി എന്ന് വിചാരിക്കണം കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് ജയിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ ചെയ്ത് നന്നായിട്ട് പഠിക്കുക. ഇതൊക്കെ നമ്മുടെ സിലബസിൽ നിന്നും പുറത്തുനിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും, എന്നാൽ മിക്കവാറും പരീക്ഷകൾ റിപ്പീറ്റ് ചെയ്ത് ഇതേ പാറ്റേൺ ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാറുണ്ട്. അതുകൊണ്ടാണ് അങ്ങനത്തെ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്ത് ചെയ്യിക്കുന്നത്. സിലബസിലുള്ള കാര്യങ്ങൾ നമ്മൾ എന്തായാലും പഠിക്കും. പുറത്തുനിന്നുള്ളത് നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ചോദ്യങ്ങളും ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പൊ നിങ്ങളുടെ ഫീഡ്ബാക്ക് എല്ലാം അറിയിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.